ഗൈസ് ഞങ്ങൾ പൊന്മുടി പോകാൻ പോവാണ്. ട്രിവാൻഡ്രത്ത് വന്നിട്ട് ബക്കറ്റ് ലിസ്റ്റുള്ള ഒന്നേന്നു പൊന്മുടി പോകണം എന്നുള്ളത്. ഞാൻ ലേറ്റായി. ഞാൻ 7 മണിക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞ ആളാണ്. 7:30 കഴിഞ്ഞ് 7:45. ഇങ്ങനെ വിമാനമൊക്കെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിക്കിട്ടോ. ഞാൻ ബസ് കയറിയിട്ടു. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഞാൻ നല്ല ലേറ്റ് ആയതുകൊണ്ട് എന്നെ പഞ്ഞിക്കിടുന്നു. പിന്നെ ഞാൻ പ്രിയദർശിനിയിലാണ് ഞങ്ങൾ കയറുന്നത്. അലയുമുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. നമ്മൾ പൊന്മുടി പോവുകയാണ്. പിന്നെ ബസ് എടുത്തു, ടിക്കറ്റ് എടുത്തു. ബസ്സിൽ ഭയങ്കര തിരക്കായിരുന്നു. അടുത്ത സ്റ്റോപ്പ് എന്നാണ് സുരഭീർ. അപ്പോഴേക്കും എൻ്റെ സീറ്റ് പോയി. ഒരു അമ്മയും കുഞ്ഞും വന്നപ്പോൾ ഞാൻ എണീറ്റത്. ബസ്സിൽ തിരക്കൊന്നും നോക്കി ഞങ്ങൾ. പിന്നെ അവരുണ്ടാവും ടീമായി, അവരും അടിയിലിരുന്നു. ഞാൻ പിന്നെ ഫുള്ള് നിന്നിട്ടാട്ടോ പോയെ. ബസ്സിലെ കാഴ്ചട്ടോ അടിപൊളിയല്ലേ, സീനായിരുന്നു. പിന്നെ ഞങ്ങൾ പൊന്മുടി എത്തിട്ടോ. ബസ്സിലാണെങ്കിൽ ഭയാനകമായ തിരക്കായിരുന്നു കേട്ടോ. പക്ഷെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. കോട പ്രതീക്ഷിച്ച് വന്നിട്ട് കോട പോയിട്ടൊരു തണുപ്പ് പോലില്ല. 8 മണിക്ക് നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും സമയം വേസ്റ്റ് ആയി. അപ്പതാ വീണ്ടും ഒരു ട്വിസ്റ്റ്. ഞങ്ങൾ കോടയില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷെ കോട വരുന്നുണ്ട്. അപ്പൊ ഹാപ്പി ആയി. ഞാൻ ഈ തണുപ്പ് സമയത്ത് ഒരു തണുത്ത ഐസ്ക്രീം കഴിച്ച് ഞങ്ങൾ കോട ഇറങ്ങുന്ന കുറച്ചേരം ഇങ്ങനെ നോക്കിയിരുന്നു. കോട ഇറങ്ങി കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങളത് കറങ്ങാൻ ഇറങ്ങി. ഇന്നൊരു ദിവസം ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായിരുന്നു കേട്ടോ. ഭയങ്കര റിഫ്രഷായി മൈൻഡൊക്കെ. നമ്മൾക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയ ലൈഫിൽ നമുക്കൊന്ന് സമാധാനം കിട്ടിയ പോലെ തോന്നി. കുറേ നേരം അവിടെ കാറ്റൊക്കെ കൊണ്ട് ഭയങ്കര വൈബ് ചെയ്തിട്ടു. കപ്പിൾസൊക്കെ തന്നെ നല്ല വൈബൊക്കെ. പിന്നെ തിരിച്ചു പോകാൻ നേരത്തെ അതിലേറെ തിരക്കിയത്. അപ്പോൾ ഓക്കെ ബൈ.